നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ, അതായത് നവംബർ 6 നടന്ന പോളിംഗിൽ BJPക്ക് മത്സരിച്ചെടുത്ത് കേവലം 15 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അവരുടെ ആഭ്യന്തര റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് NDAക്ക് മൊത്തത്തിൽ ആ 121-ൽ 40 സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ഫേസ് ആയിരുന്നു ഫസ്റ്റ് ഫേസ്. രണ്ടാം ഘട്ടത്തിലാണ് വലിയ തോതിലുള്ള അട്ടിമറി നടക്കാൻ പോകുന്നതെന്നാണ് BJP നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. അതായത് ഇനിയുള്ള 122-ൽ 80 അതിൽ കൂടുതലോ സീറ്റുകൾ നേടും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫേസും കൃത്യമായി ബാലൻസ്ഡ് അല്ല. NDA സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടമാണ് അതിനിർണായകം എന്നാണ് പറയുന്നത്. NDA അത് തുറന്ന് സമ്മതിക്കുകയാണ്. ബീഹാറിൽ ഇനി നടക്കാൻ പോകുന്ന വോട്ടെടുപ്പ് 122 നിയോജക മണ്ഡലങ്ങളിൽ ഉള്ളതാണ്. 243 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ നവംബർ 14 വോട്ടെണ്ണുമ്പോൾ 122-ൽ കൂടുതൽ സീറ്റുകൾ നേടുന്നവരാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. കേവല ഭൂരിപക്ഷമായ 122 മറികടക്കാൻ നിലവിൽ BJPക്കോ ഐക്യജനതാദളിനോ ഒറ്റയ്ക്ക് കഴിയില്ല. RJDക്കും കോൺഗ്രസിനും അതിനുള്ള സാധ്യത ഇല്ല. പക്ഷേ അവിടെ മുന്നണി പോരാട്ടങ്ങൾക്ക് പ്രസക്തിയുള്ള നാടാണ്. അവിടെ ഇന്ത്യ മുന്നണിക്ക് ആദ്യഘട്ടത്തിലുണ്ടായ മുൻതൂക്കം അത് വലിയ തോതിൽ രണ്ടാം ഘട്ടത്തിലേക്കും സ്വാധീനം ചെലുത്തപ്പെട്ടാൽ, അതായത് ഇപ്പോൾ കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് മനസ്സിലാക്കി ആഴത്തിൽ ജനങ്ങൾ ചിന്തിച്ചാൽ അത് BJPക്കും ഐക്യജനതാദളിനും തകർച്ചയിലേക്ക് എത്തും. അതായത് അവരുടെ വാട്ടർലൂ ആണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അർത്ഥം. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുസൃതമായി കൃത്യം 10 കൊല്ലം കഴിയുമ്പോൾ മഹാഗഠബന്ധന് ബഹുഭൂരിപക്ഷം കിട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തും. 3-ൽ 2 അതാണ് മഹാഗഠബന്ധൻ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും. വലിയ തോതിലുള്ള പോരാട്ടം അതിനുവേണ്ടി രാഹുൽ ഗാന്ധി അണിയറയിൽ നടത്തി നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഏത് ഘട്ടത്തിലും തളരാതെ വീര്യം ചോരാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ പരീക്ഷണങ്ങളും ഓരോ ജില്ലാടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ പയറ്റി. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും RJDക്കും ബഹുഭൂരിപക്ഷം മുന്നേറ്റം നൽകുന്ന രീതിയിലുള്ള സീറ്റ് വിഭജനം തന്നെയാണ് ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 70-ൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. OIC ഫാക്ടർ ഒരു നിർണായക ഘടകമായിരുന്നു എങ്കിൽ ഇക്കുറി അത്തരത്തിലുള്ള ഭീഷണികളൊന്നും കോൺഗ്രസിൻ്റെ മുമ്പിൽ ഇല്ല. കോൺഗ്രസ് ഏറ്റവും ശക്തമായി ഒരു ടീമിനെ തന്നെയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. കനയ്യകുമാർ അടക്കമുള്ളവർ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ ശക്തമായി ഉടച്ചു വാർത്ത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ BJPയുടെ കണക്കൂട്ടലുകൾ തെറ്റിയാൽ അധികാരത്തിൽ നിന്ന് മാത്രമല്ല ആ സംസ്ഥാനത്ത് നിന്ന് തന്നെ തൂത്തറിയപ്പെടുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങളുടെ പോക്ക്.